നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. അർജുനായുള്ള തെരച്ചിൽ 6ാം ദിനവും വിഫലം. കർണാടകയിലെ ശിരൂരിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുനായുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. റഡാർ സിഗ്നൽ ലഭിച്ച ഇടത്ത് പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഗംഗാവലി പുഴയിലെ മൺകൂനയിൽ വീണ്ടും പരിശോധന നടത്താനാണ് തീരുമാനം. രക്ഷാപ്രവർത്തന മേഖലയിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് ദുരന്ത മേഖല സന്ദർശിച്ച കർണാടക മുഖ്യമന്ത്രി ಸಿದ್ದರಾಮಯ್ಯ പറഞ്ഞു. അർജുനടക്കം 3 പേരെ കണ്ടെത്താനുണ്ടെന്നും ಸಿದ್ದರಾಮಯ್ಯ. ರೆಸ್ಕ್ಯೂ ಆಪರೇಷನ್ಗೆ SDRF ನಿಂದ 44 ಜನ ಮತ್ತು NDRF ನಿಂದ 24 ಜನ ಮತ್ತು ಇವತ್ತು ಮಿಲಿಟರಿಯಿಂದಲೂ ಕೂಡ ಬಂದಿದ್ದಾರೆ. 44 ಜನ ಮಿಲಿಟರಿಯವರು ಕೂಡ ಬಂದಿದ್ದಾರೆ. A1ನಿಂದ ನೇವಿನವರು ಅಸಿಸ್ಟ್ ಮಾಡ್ತಾರೆ. ಅವತ್ತಿನಿಂದ ಇವತ್ತಿನವರೆಗೆ ಕ್ಲಿಯರೆನ್ಸ್ ಮಾಡ್ತಕ್ಕಂಥ 7 ಡೆಡ್ ಬಾಡೀಸು ಈಗಾಗಲೇ ರಿಕವರ್ ಆಗಿದ್ದಾವೆ. ಅದರಲ್ಲಿ ವಾಹನಗಳು ಕೂಡ ಸಿಕ್ಕಾಕೊಂಡಿದ್ದಾವೆ. ദുരന്ത മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിനായി ഇന്ന് സൈന്യം എത്തിയിരുന്നു. ബലഗാവിൽ നിന്നുള്ള 40 അംഗ സൈനിക സംഘമാണ് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ അരുൺ പാറക്കൽ ചേരുന്നുണ്ട് ഈ ദുരന്ത സ്ഥലത്ത് നിന്ന്. അരുൺ, ഇന്നത്തെ രക്ഷാദൌത്യം അവസാനിപ്പിച്ചിരിക്കുകയാണല്ലോ. നാളെ എങ്ങനെയായിരിക്കും തെരച്ചിൽ? ഏതൊക്കെ മേഖലകളിൽ കേന്ദ്രീകരിക്കും? അരുൺ. ഉന്മേഷ, ഇന്നത്തെ രക്ഷാദൌത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചു. അതിനുശേഷം ഈ ആർമിയുടെയും അതുപോലെ തന്നെ ആർമിയുടെയും നാവികസേനയുടെയും NDRFിന്റെയും ഒക്കെ സംയുക്ത മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിന് ശേഷം വീണ്ടും രാത്രി തിരയണമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവും. ഈ ആർമി ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇപ്പോൾ നിലവിൽ മടങ്ങിയിട്ടുണ്ട്. ആ മീറ്റിംഗിന് ശേഷം മടങ്ങിയിട്ടുണ്ട്. ഇനി രാത്രി എങ്ങനെയാണ്? ഈ വെളിച്ചക്കുറവൊക്കെ ആ പ്രദേശത്തുണ്ട്. വേണ്ട രീതിയിലുള്ള വെളിച്ചമൊന്നും കർണാടക സർക്കാർ ആ പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടില്ല എന്ന പരാതി ഈ രക്ഷാദൌത്യത്തിന് എത്തിയ ഉദ്യോഗസ്ഥർക്ക് പോലുമുണ്ട്. അപ്പോൾ ഈ രക്ഷാദൌത്യം നാളെ രാവിലെ 6 മണി മുതൽ വീണ്ടും ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രി ഒരുപക്ഷെ തെരച്ചിൽ നടത്തിയില്ലെങ്കിൽ നാളെ രാവിലെ വീണ്ടും 6 മണി മുതൽ രക്ഷാദൌത്യം ആരംഭിക്കും. പ്രത്യേകിച്ച് ഈ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലിൽ ആ ലൊക്കേഷൻ കണ്ടെത്തിയ റഡാർ ലൊക്കേഷൻ കണ്ടെത്തിയ ആ പ്രദേശത്തെ മണ്ണ് ഏകദേശം മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആ പ്രദേശത്തൊന്നും ഈ ലോറിയുടെ കണ്ടന്റ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആ പ്രദേശത്തെ ഒരു കർവുണ്ട്, അതായത് ഈ ഒരു ഉൾവഴിയുണ്ട്. ആ റോഡ്, ആ ഒരു സമാന്തര പാത, ആ പാതയിലാണ് ഈ 3 ട്രക്കുകൾക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് അതെന്നാണ് പ്രദേശവാസികളൊക്കെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഉൾവശത്തേക്ക് ഈ വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു സാധ്യതയായി പരിഗണിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തെ മണ്ണുകൂടി നീക്കം ചെയ്യാനുള്ള ശ്രമമാണിപ്പോൾ NDRFും ആർമിയൊക്കെ ശ്രമിക്കുന്നത്. നാളെ രാവിലെ 6 മണി മുതൽ സജീവമായി ആർമി രംഗത്തുണ്ടാകുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുക എന്നത് നല്ല ദുഷ്കരമായ പ്രവൃത്തിയാണ്. പ്രത്യേകിച്ച് വലിയ പാറക്കല്ലുകളൊക്കെ തന്നെ ഈ ലാൻഡ് സ്ലൈഡിൽ താഴേക്ക് പതിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഈ വാഹനത്തിന് മുകളിലൊക്കെ വീഴാനുള്ള സാധ്യതയും കണക്കാക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിലൊന്നും ഈ വലിയ പാറക്കല്ലുകൾ കണ്ടെത്തിയിരുന്നില്ല. ഈ മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയപ്പോഴാണ്, ഇതിൻ്റെ ഒരു പകുതിയോളം ഭാഗമായപ്പോഴാണ് ഈ വലിയ പാറക്കല്ലുകളൊക്കെ അടിഭാഗത്ത് കണ്ടെത്തുന്നത്. ഇനി ആ പാറക്കല്ലുകളൊക്കെ പൊട്ടിച്ച് അവിടുന്ന് മാറ്റേണ്ടത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള പണിയാണ്. അതാണ് ഇപ്പോൾ ഈ തെരച്ചിലിൽ കാലതാമസം എടുക്കുന്നത്. ഇന്നിപ്പോൾ 6ാമത്തെ ദിവസമാണ്. ഇനി നാളെ 7ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ആ പാറക്കല്ലുകൾ അവിടെ നിന്ന് പൊട്ടിച്ചു മാറ്റി ഇന്നിപ്പോൾ കൂടുതൽ ദ്രുതഗതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. ആ പാറക്കല്ലുകൾ പൊട്ടിച്ചു മാറ്റിയാൽ പെട്ടെന്ന് ഈ വാഹനം എവിടെയുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഈ രക്ഷാദൌത്യ സംഘത്തിനുള്ളത്. ഒപ്പം ഈ ഗംഗാവാലി പുഴയോട് ചേർന്നുള്ള ഭാഗങ്ങളിലും പരിശോധന ശക്തമാണ്. ഈ മണ്ണൊലിപ്പ് വ്യാപകമായി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ മണ്ണിനടിയിലേക്ക് ഈ വാഹനം പോയിട്ടുണ്ടോ, ഈ വാഹനത്തിന് മുകളിൽ മണ്ണ് തോർന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാധ്യതകളും ഇപ്പോൾ പരിശോധിക്കുന്നു. നാവികസേനയുടെ ആ ടീം അവർ പുഴ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 4 ദിവസങ്ങളായി പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പുഴയിൽ ഇതുവരെ ഈ വാഹനത്തിന്റെ ഒരു കണ്ടന്റ് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പുഴ വ്യാപകമായി മണ്ണ് തോർന്ന നിലയിലാണ്. പുഴയിൽ ജലനിരപ്പ്
വർദ്ധിച്ച നിലയിലാണ്. പ്രത്യേകിച്ച് ഈ കർണാടക ഉൾവനത്തിലൊക്കെ വലിയ രീതിയിലുള്ള മഴയുണ്ട്. ഇന്ന് ഈ സമയത്ത് മഴ കുറവാണ്. പക്ഷേ ഇന്ന് ഈ രക്ഷാദൗത്യം നടക്കുന്ന സമയത്തൊക്കെ വലിയ രീതിയിലുള്ള ഒരു മഴ ഉണ്ടായിരുന്നു. അത് രക്ഷാദൗത്യത്തെ ദുഷ്കരമായി ബാധിച്ചിരുന്നു. അതുപോലെ തന്നെ സമീപത്തെ ഗംഗാവാലി നദിയിലും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയ നിലയിലാണ്. ഈ ഉൾവനത്തിലെ ഒരു കനത്ത മഴ അത് ഈ രക്ഷാദൗത്യത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഈ മണ്ണ് ഒലിച്ചു വന്ന പ്രദേശത്ത് ഇപ്പോഴും വെള്ളം ഇങ്ങനെ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഈറൻ, അതായത് മണ്ണ് ഇപ്പോഴും നനവുള്ള മണ്ണാണ്. അത് ഈ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് അത് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കാരണം കൃത്യമായ ലൊക്കേഷൻ കണ്ടെത്താൻ റഡാർ ഉപയോഗിച്ച് ഈ സമയം കഴിയില്ല. അതുകൊണ്ട് അതൊക്കെ ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നു. എന്തായാലും ഈ പ്രതിസന്ധിയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അതിനൊക്കെ തരണം ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധനയാവും നാളെ ആർമി നടത്തുക. ഉന്മേഷ്. ശരി, അരുൺ പാറക്കലാണ് ഇപ്പോൾ ശിരൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. നാളെ രാവിലെ വീണ്ടും തെരച്ചിൽ ആരംഭിക്കും. അർജുന്റെ വാഹനം മണ്ണിനടിയിലുണ്ട് എന്ന ദൃക്സാക്ഷി അഭിലാഷ് 24നോട് പുഴയിലേക്ക് ഒഴുകിപ്പോകാൻ സാധ്യതയില്ല, ശക്തമായിട്ടാണ് മണ്ണൊലിച്ചു വന്നത്, അപകടം നടന്നത് രാവിലെ 8 മണിക്കും 9നും ഇടയിലാണെന്നും ദൃക്സാക്ഷി അഭിലാഷ് എൻകൗണ്ടർ പ്രൈമിൽ പറഞ്ഞു. ഈ അപകടമുണ്ടായ സമയത്ത് ഞാൻ ആ അവിടെ നടക്കുന്നതിന്റെ തൊട്ട് പുറകിൽ ഒരു 150 മീറ്റർ മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാത്രി വണ്ടി ഓടിച്ചുകൊണ്ട് ഞാൻ ഡ്രൈവർക്ക് ഡ്യൂട്ടി ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഡ്യൂട്ടി ചേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പൊ ഞങ്ങൾ ഈ ടയർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബാക്കിലെ ഡെമ്മി ടയർ പഞ്ചറാണ്. അപ്പൊ പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടി പുള്ളി വണ്ടി എടുത്തോണ്ട് നേരെ പോലെ വഴിക്കൊന്നും ടയർ കട കാണാത്തതിന്റെ പേരിൽ പുള്ളി വണ്ടി കൊണ്ടുവന്ന് നിർത്തിയത് ഈ ആക്സിഡന്റ് നടന്നതിന്റെ തൊട്ട് പുറകിൽ കാണുന്ന ടയർ കടയിലാണ്. അപ്പോൾ ഈ ടയർ കടയിൽ കൊണ്ടുവന്ന് പഞ്ചർ ഒട്ടിച്ച് ഞങ്ങൾ പഞ്ചർ ഒട്ടിച്ചതിന് ശേഷം വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ ടയർ കടയിലെ ബാക്കി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഒരു 50 രൂപ കുറച്ച് തരാം എന്ന് പറഞ്ഞതിന്റെ പേരില് ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങി ചെല്ലുമ്പോഴാണ് വലിയ ശബ്ദത്തോടു കൂടി ഗംഗാവലി നിറഞ്ഞൊഴുകുന്നതും മേളിൽ നിന്ന് മണ്ണിടിയുന്നതും. അപ്പൊ ഞാൻ എഴുന്നേക്കുന്ന സമയത്ത് ആ മണ്ണിടിഞ്ഞ് വീഴുന്ന സമയത്ത് അവിടെ കണ്ടത് ഞങ്ങൾ എടുത്തു മാറ്റി എന്ന് പറയുന്ന ഒരു ടാങ്കരേ ഉള്ളൂ. ബാക്കി ഫുള്ളും മണ്ണിന്റെ അടിയിലായിരുന്നു. ലോറികളെല്ലാം തന്നെ അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് നിർത്തുന്ന സ്ഥലമാണത്. അപ്പൊ ആ കൂട്ടത്തിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറിയും ഉണ്ടായിരിക്കും അല്ലേ? ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. ഗംഗാവലി പുഴയിലോട്ട് പോകാൻ ഏകദേശം ഒരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല. കാരണം ആ വലിയ ശബ്ദത്തോടു കൂടി ഗംഗാവലി നിറഞ്ഞൊഴുകിയപ്പോഴും ഈ മണ്ണിടിഞ്ഞ് വീണപ്പോഴും ഞങ്ങൾ ആ വെള്ളത്തിൽ കണ്ടത്, അതായത് ഗംഗാ നദിയിൽ കണ്ടത് ഈ ടാങ്കർ ഒഴുകി പോകുന്നതാണ് കണ്ടത്. ഒരു കാരണവശാലും പുഴയിലോട്ട് ഈ വണ്ടി പോകാൻ സാധ്യതയില്ല. കാരണം അതൊരു ചെങ്കുത്തായ പ്രദേശമാണ്, ഒരു ചെരുവ് പോലെയാണ് ആ മല ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു വാർത്ത സമീർ ബിൻ കരീം അറിയിക്കുന്നുണ്ട്. മലപ്പുറം ചങ്ങരംകുളത്ത് അവിടെ കല്ലൂർമയിൽ 3 പേർ കായലിൽ വീണിരുന്നു. അതിൽ ഒഴുക്കിൽപ്പെട്ട കല്ലൂർമ സ്വദേശി ആഷിഖ് മരിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ചിയാനൂർ സ്വദേശി സച്ചിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ചിയാനൂർ സ്വദേശി പ്രസാദിനെ നേരത്തെ രക്ഷപ്പെടുത്തിയിരുന്നു. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ മടങ്ങിവരവ് കാത്തിരിക്കുകയാണ് ഒരു നാടൊന്നാകെ. സൈന്യം എത്തിയതോടെ തെരച്ചിൽ വേഗത്തിലാകും എന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സാധ്യമാകുന്ന എല്ലാ ശ്രമവും തുടരുന്നതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. അർജുനായുള്ള തെരച്ചിൽ 6ാം ദിനം പിന്നിടുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ ശുഭവാർത്തയ്ക്ക് കാതോർക്കുകയാണ് കുടുംബം. അർജുന്റെ ഗ്രാമമായ കണ്ണാടിക്കലും അവന്റെ തിരിച്ചുവരവ് കാത്തിരിക്കുകയാണ്. രക്ഷാദൗത്യം വൈകുന്നതിനെതിരെ തൃശൂരിൽ ലോറി ഉടമകളും പ്രതിഷേധിച്ചു. കഴിഞ്ഞ 6 ദിവസമായി അർജുൻ ഈ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട് അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്നതിനോ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ നേരിക്കാണുന്നതിനോ നമ്മുടെ അധികാരികൾ ശ്രമിച്ചിട്ടില്ല എന്ന കാര്യം ദുഃഖസത്യം കൂടി ഞങ്ങൾ പറയുകയാണ്. സർക്കാർ എല്ലാ ഇടപെടലും നടത്തുന്നതായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിന്റെ ഭാഗമായി എല്ലാ നിലയിലുമുള്ള ഏകോപനവും ഇടപെടലും നടത്തുന്നുണ്ട്. ചീഫ് സെക്രട്ടറി തന്നെ അതിന് മുൻകൈ എടുക്കുന്നുണ്ട്. അതിനെല്ലാവരും യോജിച്ച് നിന്ന് മുന്നോട്ട് പോവുക. എന്തെങ്കിലും പോരായ്മയോ മറ്റോ ചൂണ്ടിക്കാട്ടാനുള്ള ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിക്കേണ്ട ഒരു സമയമല്ല ഇത്. ഇനിയൊരു വൈകൽ രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടാകരുതെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. 24 കോഴിക്കോട്. തിരുവനന്തപുരത്ത് കുത്തിവെപ്പ് എടുത്തതിനു പിന്നാലെ യുവതി മരിച്ച സംഭവത്തിൽ വിവിധ സംഘടനകൾ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. ആം ആദ്മി പാർട്ടി ജനറൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് പോലീസ് തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഹരികൃഷ്ണൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. ഹരികൃഷ്ണൻ, എന്തൊക്കെയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ, എന്തൊക്കെയാണ് വിവരങ്ങൾ?
ഉന്മേഷ്, ഈ വൈകുന്നേരം മുതൽ, അതായത് വൈകുന്നേരം 4 മണി മുതൽ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് ഈ നാട്ടുകാർ. ഇന്ന് ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇത്തരത്തിലൊരു ഈ യുവതി, നെയ്യാറ്റിൻകര സ്വദേശിനിയായിട്ടുള്ള കൃഷ്ണ എന്നൊരു യുവതി ഇത്തരത്തിൽ കുത്തിവെപ്പെടുത്ത അബോധാവസ്ഥയിലായതിനെ തുടർന്ന് മരിച്ചത്. അതിൽ ഈ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ കുത്തിവെപ്പ് അത് യാതൊരു മുൻകരുതലുകളും ഇല്ലാതെ ഈ അലർജി ഉണ്ടായിരുന്ന പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു കുത്തിവെപ്പ് എടുത്തിരുന്നു. ഇത് കുടുംബത്തിന്റെ അടക്കം സമ്മതം വാങ്ങിയിരുന്നില്ല അടക്കമുള്ള ആരോപണങ്ങളാണ്. ഇന്ന് രാവിലെയാണ് മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി മരണപ്പെട്ടതെന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരം മുതൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ഈ സംയുക്ത രാഷ്ട്രീയ സംഘടനകളുടെ, അതായത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. വിവിധ രാഷ്ട്രീയ സംഘടനകൾ, നാട്ടുകാർ, മറ്റ് സന്നദ്ധ സംഘടനകൾ എല്ലാവരും ചേർന്നാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത്. ഈ മൃതദേഹവും, അതായത് ഈ മരിച്ച പെൺകുട്ടിയുടെ, യുവതിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത് എന്നുള്ളതാണ്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് നഷ്ടപരിഹാരം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ്. ഈ മരിച്ച യുവതിയുടെ 3 വയസ്സുള്ള കുട്ടിക്ക് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം. ഈ ആശുപത്രി അധികൃതരുടെ പിഴവാണ് ഇതിന് കാരണം, ഇത്തരത്തിലൊരു ജീവൻ നഷ്ടപ്പെടാൻ കാരണം. അതിന് തക്കതായ പരിഹാരം, അതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ഏതായാലും ആശുപത്രിക്ക് ഈ സൂപ്രണ്ടിന്റെ റൂമിന് മുമ്പിൽ കൊണ്ടുവന്ന് പ്രതിഷേധിക്കാനായിരുന്നു ആദ്യം ഇവരുടെ പദ്ധതിയെങ്കിലും അത് ഈ പോലീസ് ഇടപെട്ട് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ പോലീസും ഈ പ്രതിഷേധക്കാരുമായി ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി, വാക്കേറ്റം ഉണ്ടായി. ഇപ്പോൾ അത് ഈ ആശുപത്രിയുടെ മുമ്പിൽ ഏതാണ്ട് മണിക്കൂറുകളോളം, ഇത് 4:30 തുടങ്ങിയ പ്രതിഷേധം ഏതാണ്ട് ഈ 8:30 മണി വരെ തുടർന്നിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ദേശീയപാത, അതായത് ആലമുടി ജംഗ്ഷനിൽ, ഈ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള ആലമുടി ജംഗ്ഷനിലേക്ക് ഈ മൃതദേഹവുമായി എത്തി ഉപരോധിക്കാനുള്ളതാണ് ഈ നാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത്. വിവിധ സംയുക്ത സംഘടനകൾ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവിടെ നടത്തുന്നത് എന്നുള്ളതാണ്. രാഷ്ട്രീയ ഭേദമന്യേ ഇത്തരത്തിലൊരു ആവശ്യവുമായി ഇവർ മുന്നോട്ട് വരുന്നത്. ഏതായാലും ഇതിൽ ആശുപത്രി അധികൃതരുടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ആശുപത്രി അധികൃതരുടെ പ്രധാനപ്പെട്ട വിശദീകരണം എന്ന് പറയുന്നത് ഒരു ചികിത്സാ പിഴവല്ല എന്നുള്ളതാണ്. പക്ഷെ അത് ഈ കുടുംബമാണെങ്കിലും ഈ നാട്ടുകാരാണെങ്കിലും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഈ ആലമുടി ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ മൃതദേഹവുമായി എത്തി ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിനും വരെ പ്രതിഷേധിക്കാനാണ് ഈ നാട്ടുകാരുടെ തീരുമാനം. ജില്ലാ കളക്ടർ സംഭവ സ്ഥലത്തെത്തി ആവശ്യങ്ങൾ പരിഗണിക്കണം, അതുപോലെ തഹസിൽദാർ രേഖാമൂലം ഇത് എഴുതി തരണം എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ റോഡ് ഉപരോധിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് നാട്ടുകാരെ, സംയുക്ത സംഘടനകൾ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിക്കുകയാണ്. അതിനുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഈ യുവതിയുടെ മൃതദേഹം അത് വൈകിട്ട് ഇന്ന് മെഡിക്കൽ കോളേജിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കൊക്കെ ശേഷം വൈകുന്നേരം ഈ ഉച്ച കഴിഞ്ഞ് തന്നെ ബന്ധുക്കൾക്ക് കൈമാറിയതാണ്. അതുമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ്. ആശുപത്രിക്ക് മുമ്പിൽ, നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ് ഇവർ ആദ്യം ചികിത്സ തേടിയത്. അവിടെ വെച്ചാണ് ഇത്തരത്തിലൊരു അനാസ്ഥ ഉണ്ടാകുന്നത്. ഈ ഉദര സംബന്ധമായ, അതായത് മൂത്രാശയ രോഗവുമായി ബന്ധപ്പെട്ട ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടി ഇവിടേക്ക് എത്തുന്നത്. അതല്ലാതെ മറ്റ് രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഈ വീട്ടുകാരുടെയോ മറ്റ് ആളുകളുടെ ആരുടെയും സമ്മതമില്ലാതെ തന്നെ ഇത്തരത്തിൽ കുത്തിവെപ്പെടുക്കുന്നു. ഈ കുത്തിവെപ്പെടുത്തതിന് ശേഷം ഈ അലർജിക്കായിരുന്ന ഈ പെൺകുട്ടിക്ക് പെട്ടെന്ന് വഷളാവുന്നു, ആരോഗ്യാവസ്ഥ പെട്ടെന്ന് വഷളാവുകയും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇന്ന് രാവിലെയാണ് ഈ യുവതി മരണപ്പെട്ടത്, ഈ പെൺകുട്ടി മരണപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇവരുടെ ഇപ്പോഴത്തെ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം കുടുംബത്തിന് സഹായം. ഈ 3 വയസ്സുള്ളൊരു കുട്ടി ഈ യുവതിക്കുണ്ട്. അവരുടെ പഠനച്ചെലവ് ഉൾപ്പെടെ വിദ്യാർത്ഥിയുടെ ഈ പഠനച്ചെലവ് അടക്കം ഈ തരത്തിൽ സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം എന്നുള്ളത്. ആശുപത്രിക്ക് മുമ്പിൽ മണിക്കൂറുകളോളം പ്രതിഷേധിച്ചിരുന്നു എന്നുള്ളതാണ്. അവിടെ പോലീസുമായി നേരിയ തോതിലും സംഘർഷം ഉണ്ടായി. ആശുപത്രിക്കകത്തേക്ക് ഈ പ്രവർത്തകർ, അതായത് ഈ നാട്ടുകാരടക്കം ചാടിക്കിടക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അതൊക്കെ പോലീസ് ഇടപെട്ട് തടയുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഈ ദേശീയപാതയിൽ ആലമൂട് ജംഗ്ഷനിൽ നാട്ടുകാർ ഈ മൃതദേഹം, യുവതിയുടെ മൃതദേഹം, കൃഷ്ണയുടെ മൃതദേഹവുമായി ഉപരോധിക്കുകയാണ്. അത്തരത്തിൽ പ്രതിഷേധം തന്നെയാണ്. അതായത് ജില്ലാ കളക്ടർ സംഭവ സ്ഥലത്ത്, ജില്ലാ കളക്ടർ ഇവിടേക്ക് എത്തി ഇത്തരത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് തുടരുന്നവരെ, ജില്ലാ കളക്ടർ എത്തുന്നവർ വരെ ഇത്തരത്തിൽ സമരം അല്ലെങ്കിൽ ഈ ഉപരോധം അതിങ്ങനെ തുടരുമെന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹരികൃഷ്ണൻ, ഏതായാലും വലിയ പ്രതിഷേധമാണ് നെയ്യാറ്റിൻകരയിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
ഹരികൃഷ്ണനാണ് ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരികെ എത്താൻ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വാർത്താമഴയിലേക്ക് തിരികെ. തിരുവനന്തപുരത്തെ കുത്തിവെപ്പെടുത്തതിന് പിന്നാലെ യുവതി മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നടക്കുന്നത്. മൃതദേഹവുമായി റോഡ് ഉപരോധിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നടക്കുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തത്സമയം. ഹരികൃഷ്ണൻ, അവർ ഒട്ടേറെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ, പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ടല്ലോ, ഒരു ചർച്ച നടക്കുകയാണോ ഇപ്പോൾ? എന്തൊക്കെയാണ് വിവരങ്ങൾ ഹരികൃഷ്ണൻ? ഉന്മേഷ്, വലിയ പോലീസ് സന്നാഹമുണ്ട് ഇവിടെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ നേരത്തെ ഈ ആശുപത്രി, അതായത് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ് ഈ യുവതി ചികിത്സയ്ക്കായി എത്തിയത്. അവിടെയാണ് ആദ്യം ഇവർ പ്രതിഷേധം നടത്തിയത്. ഈ മൃതദേഹവുമായി എത്തിച്ച പ്രതിഷേധം നടത്തിയത് അവിടെ മണിക്കൂറുകളോളം, ഏതാണ്ട് 4 മണിക്ക് തുടങ്ങിയ പ്രതിഷേധം അത് 8:30 വരെ നീണ്ടു നിന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനകത്തേക്ക്, ആശുപത്രി കവാടത്തിനകത്തേക്ക് പോലീസ് ബലം പ്രയോഗിച്ച് ഇവരെ കയറ്റാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ്. കവാടത്തിന്റെ ഗേറ്റ് പൂട്ടി. ആ സാഹചര്യത്തിൽ മറ്റൊരു ഗേറ്റിലൂടെ ഈ പ്രവർത്തകർ ചാടിക്കടക്കാനൊക്കെയുള്ള ഒരു ശ്രമം നടത്തി. അവരിൽ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി, വാക്കേറ്റം ഉണ്ടായി, സംഘർഷ സാധ്യതയുണ്ടായി. അത് പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് പോകാതെ സംയമനം പാലിച്ച അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ ഈ മൃതദേഹവുമായി ഈ യുവതിയുടെ, അതായത് ഈ കൃഷ്ണയുടെ മൃതദേഹവുമായി ആലമൂട് ജംഗ്ഷൻ, അതായത് ഈ ദേശീയപാതയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ദേശീയപാതയിൽ കുത്തിയിരുന്ന ഇപ്പോൾ ഈ പ്രവർത്തകർ ഉപരോധിക്കുകയാണ് എന്നുള്ളതാണ്. ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് പ്രധാനമായും ഈ യുവതിയുടെ മകൾ 3 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് പഠനച്ചെലവ്, ആ കുട്ടിയുടെ പഠനച്ചെലവ് മുഴുവൻ സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അതായത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട ഈ കൃഷ്ണയുടെ
മരണത്തിൽ അതിൽ പ്രതിഷേധിച്ച ആണ് ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ 3 വയസ്സുകാരി കുട്ടിയുടെ മുഴുവൻ പഠന ചെലവ് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, അത് ഏറ്റെടുക്കണം എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, തഹസിൽദാർ ഇവിടെ വന്ന ഈ രേഖാമൂലം ഉറപ്പെഴുതി തരണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അത് മാത്രവുമല്ല, ജില്ലാ കളക്ടർ ഈ സംഭവ സ്ഥലത്ത് ഇങ്ങോട്ടേക്ക് എത്തി അവരോട് സംസാരിക്കണം, ചർച്ച ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഈ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, BJP പ്രവർത്തകരുണ്ട്, വിവിധ സന്നദ്ധ സംഘടനയിലെ ആളുകൾ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മൃതദേഹവുമായി മണിക്കൂറുകളായി പ്രതിഷേധിക്കുകയാണെന്നുള്ളതാണ്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള യാലമ്മൂട് ജംഗ്ഷൻ, അതായത് അവിടെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത്. ഇവിടെ നിരവധി ദേശീയപാതയാണ്, നിരവധി വാഹനങ്ങൾ രണ്ടു നിരയിലും ഇവിടെ ഇങ്ങനെ ഗതാഗത തടസ്സമുണ്ടായി കിടക്കുകയാണ്. അത് വഴിതിരിച്ചു വിടുന്നുണ്ട് പോലീസ്. പക്ഷേ ഈ ഒരു സംയുക്ത അല്ലെങ്കിൽ ഒരു ജനകീയ സമരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ തരത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ നേതാക്കൾ ഈ പോലീസുമായി സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരു സംയമനത്തിനും അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കും ആ തരത്തിലൊരു കോംപ്രമൈസിനും ഈ പ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതായത് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ തഹസിൽദാർ, ജില്ലാ കളക്ടറൊക്കെ ഇവിടെ എത്തി ഇവർക്ക് ഈ രേഖാമൂലം ഈ ഉറപ്പ് അത് നൽകണം എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇത്തരത്തിൽ മൂത്രാശയ രോഗവുമായി ബന്ധപ്പെട്ട യുവതി ഈ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്നത്. ഈ ചികിത്സയ്ക്കായി ഈ അലർജിക്ക്, ഈ ഇഞ്ചക്ഷൻ ഒക്കെയുള്ള അലർജിക്കുള്ള ഒരു യുവതിയാണ്. യാതൊരു മുൻകരുതലുകളുമില്ലാതെ ഇത്തരത്തിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്തു എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇതിനുശേഷം ഈ കുട്ടിയുടെ ആരോഗ്യാവസ്ഥ വഷളാവുന്നു. പിന്നീട് ഈ മെഡിക്കൽ കോളേജിലേക്ക് ഈ കുട്ടിയെ മാറ്റുന്നു. അവിടെ വെച്ച് ഇന്നാണ് ഈ യുവതി മരണപ്പെടുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഈ മൃതദേഹം വിട്ടുകൊടുക്കുകയുണ്ടായി. ആ സമയം മുതൽ ഏതാണ്ട് ഒരു 3 മണി 4 മണി മുതൽ ഇവിടെ ഈ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിക്ക് സമീപം ഇവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ആശുപത്രിക്ക് മുമ്പിലായിരുന്നു ആദ്യമെങ്കിൽ ഇപ്പോഴത് ഈ ഹൈവേയിലേക്ക്, അതായത് ഈ ദേശീയപാതയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു രാഷ്ട്രീയ സംഘടനയുടെയും പിൻബലം ഇതില്ലാതെ സംയുക്ത സമരം എന്നുള്ള രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. പോലീസ് യാതൊരു വിധത്തിലുള്ള, അതായത് പ്രകോപനവും കൂടാതെ ഇവർ ഈ പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അവരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവരെ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. അവർക്കിതിൽ ഉറപ്പ് ലഭിക്കണം എന്നുള്ളതാണ്. ഈ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് പോലീസ്, പക്ഷെ അതിനൊന്നും തയ്യാറല്ല. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തണം എന്നുള്ളത് തന്നെയാണ് ഈ സമരക്കാരുടെ അല്ലെങ്കിൽ ഈ പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇവർ ഇത്തരത്തിൽ ആശുപത്രി സൂപ്രണ്ടിന് മുന്നിൽ ഇത്തരത്തിൽ മൃതദേഹവുമായി പ്രതിഷേധിക്കാനായിരുന്നു ആദ്യത്തെ ഇവരുടെ പദ്ധതിയെങ്കിലും അത് പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു. അതായത് ആശുപത്രി കവാടത്തിനകത്തേക്ക് ഇത്തരത്തിൽ ഇവരെ കടത്തി വിട്ടിരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഇവർ ഈ ദേശീയപാത അത് ഉപരോധിച്ചിരിക്കുകയാണ്. രണ്ട് സൈഡിലും വലിയ നിര, ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. വാഹനങ്ങളുടെ വലിയ നിര ഇത്തരത്തിൽ കിടക്കുന്നുണ്ട്. KSRTC ബസ് ഉണ്ട്, അവിടെ അത്യാവശ്യമായി പോകേണ്ടവരുണ്ട്, ഈ ആശുപത്രിയിലേക്ക് വരേണ്ടവരുണ്ട്. അത്തരത്തിൽ ചെറിയ രീതിയിൽ രോഷാകുലരാണ് ഈ ജനങ്ങൾ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ പോലീസ് ഇത്തരത്തിൽ ഇവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ നെയ്യാറ്റിൻകര ഈ പാറശാല, മാരായമുട്ടം തുടങ്ങിയ ഭാഗത്തെ പോലീസുകാരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. വൈകിട്ട് ഈ പ്രതിഷേധം തുടങ്ങിയ സമയം മുതൽ അവർ ആ സമയം മുതൽ ഈ പ്രവർത്തകരോട് ഇത്തരത്തിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവർ ഒരു കാരണവശാലും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ ദേശീയപാത ഉപരോധിച്ചുള്ള ഒരു സമരത്തിലേക്ക് അവർ കടന്നിരിക്കുകയാണ്. ചില പ്രവർത്തകർ ഈ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് എന്നുള്ളതാണ്. MLA പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ ഉള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും, ഇത്രയും വലിയൊരു വാർത്തയായിട്ട് പോലും MLA പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നൊരു ആക്ഷേപമൊക്കെ ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഏത് തരത്തിലും ഈ ചികിത്സാ ചെലവ് അത് ഈ പഠന ചെലവ്, കുട്ടിയുടെ പഠന ചെലവ് അത് ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിൽ ആശുപത്രി അധികൃതർ ഇതുവരെയും ഇത്തരത്തിൽ ഇതൊരു ചികിത്സാ പിഴവാണെന്ന തരത്തിൽ അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മളോട് ഈ ഉച്ചയ്ക്ക് തന്നെ നമ്മളോട് പ്രതികരിച്ചപ്പോഴൊക്കെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആരോഗ്യമന്ത്രി അന്വേഷണത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ DMOയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ ഒരു അന്വേഷണം നടത്തി ഔദ്യോഗികമായി പിഴവുണ്ടോ എന്ന് അറിയേണ്ടതുണ്ടല്ലോ. ആരോഗ്യവകുപ്പ് അധികൃതർ അതിനുശേഷം അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഇവരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ, അനുനയിപ്പിക്കാൻ പോലീസ് എന്തിടപെടലാണ് ഇപ്പോൾ നടത്തുന്നത്?
പോലീസ് ഈ പ്രവർത്തകരുമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതായത് ഇവരോട് പിരിഞ്ഞു പോകണം എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ആവശ്യം. കാരണം അത്തരത്തിലുള്ള ഗതാഗത കുരുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഒരു തരത്തിലുള്ള പരിഹാരത്തിനും ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും ഈ പ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഈ പോലീസ് ഇവരോട് സംസാരിച്ച് ഇവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ അവരതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. ഈ തരത്തിൽ ഉറപ്പ്, അതായത് ഈ പഠനച്ചെലവടക്കം ഏറ്റെടുത്തു എന്നുള്ള ഉറപ്പ്, അത് തഹസിൽദാർ രേഖാമൂലം ഇവർക്ക് എഴുതി നൽകണം എന്നുള്ളത്. അതുമാത്രമല്ല, ഈ ജില്ലാ കളക്ടർ ഇവിടെ എത്തി ഇവരോട് സംസാരിച്ച് ഈ ചർച്ചയ്ക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ഈ ആരോഗ്യ വകുപ്പും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ ഇത്തരത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ 15 ദിവസത്തിനകം ഇത്തരത്തിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എത്രയും വേഗം തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആരോഗ്യമന്ത്രി ഇത്തരത്തിൽ ഇത് ചോദിച്ചിട്ടുണ്ട്, വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഇതെന്താണ്, ചികിത്സാ പിഴവാണോ അടക്കമുള്ള കാര്യത്തിൽ. പക്ഷേ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇന്ന് ഈ വൈകിട്ട് 4 മണി മുതൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടക്കുകയാണ് എന്നുള്ളതാണ്. ആദ്യം ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു, പിന്നീട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു, BJP പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. അങ്ങനെ വിവിധ സംഘടനകളെ, വിവിധ രാഷ്ട്രീയ സംഘടനകളെയും വിവിധ സന്നദ്ധ സംഘടനകളെയും ആളുകൾ ഇവിടേക്ക് എത്തി ഈ പ്രതിഷേധിക്കുന്നുണ്ട്. ഈ പ്രതിഷേധത്തിന് ഒപ്പം കൂടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഇവർ ഈ ഒരു ചർച്ചയ്ക്കും തയ്യാറായില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു കൂട്ടർ അന്നേരം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർ സംസാരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. അതായത് പോലീസുമായി ഒരു സംയമനത്തിന് തയ്യാറാണ്. പക്ഷേ അതിന് പോലീസല്ല വരേണ്ടത്, തഹസിൽദാരോ അല്ലെങ്കിൽ ജില്ലാ കളക്ടറോ അത്തരത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള ആരെങ്കിലും ഇവിടേക്ക് വന്ന് ഇവർക്ക് ഈ തരത്തിലുള്ള ഉറപ്പുകൾ, ഇവർ പറയുന്ന ഉറപ്പുകൾ ലഭിക്കണം എന്നുള്ളതാണ്. അത് രേഖാമൂലം ലഭിക്കണമെന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതുവരെയും ഈ സമരം, പ്രതിഷേധം തുടരും എന്നുള്ളതാണ്. ഒരു ഉപരോധ സമരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. ഈ ആലമൂട് ജംഗ്ഷനിൽ, ദേശീയപാതയിൽ ആലമൂട് ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു പ്രതിഷേധം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഈ പ്രതിഷേധക്കാരോട് ചോദിക്കാം, എന്താ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം? ഈ നമ്മുടെ ഈ കുട്ടി 28 വയസ്സായ പെൺകുട്ടി മരിച്ചിട്ട് ഇത്രയും സമയമായിട്ട് ഈ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയോ, ഈ കുട്ടിയുടെ 3 വയസ്സായ കൊച്ചുള്ള കുടുംബമാണ്, ആ കുടുംബത്തിനൊരു നഷ്ടപരിഹാരം, ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് സംഭവിച്ച ഈ സംഭവത്തിന് ഒരു നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനകീയമായ സമരമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താ? പ്രധാനപ്പെട്ട ആവശ്യം ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണം. 25 ലക്ഷം രൂപ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം. ഏറ്റവും തെളിവുകൾ കയ്യിലാണ്. കാരണം ഇത് പിഴവാണെന്ന് കേസ് റിപ്പോർട്ട് കിട്ടിയാലേ ഞങ്ങളിത് പോസ്റ്റ്മോർട്ടത്തിന് സമ്മതിക്കണമെന്ന് പറഞ്ഞത് പ്രകാരം കളക്ടർ ഇടപെട്ടിട്ട് നമുക്ക് കേസ് ഷീറ്റ് കിട്ടി. കേസ് ഷീറ്റ് വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. ഞാൻ മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നതാണ്, പൊതുപ്രവർത്തകയാണ്, BJPയുടെ ഘടകകക്ഷിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, RLJPയുടെ. അപ്പം ഞങ്ങൾ ഈ ECG വെറുതെ ഒന്ന് നോക്കിയതാണ്. പേഷ്യൻറ്റിനെ 2:47 മെഡിക്കൽ കോളേജിൽ ഇവിടുന്ന് റെഫർ ചെയ്ത് വിട്ട് അവിടെ IP എടുത്തു. ഇവിടുന്ന് നിങ്ങളുടെ ആവശ്യം എന്താണ്? ഈ സമരത്തിന് ആവശ്യം എന്ന് പറയുന്നത് ഈ ഡോക്ടറെയും ഇതിനകത്ത് സൈൻ ചെയ്ത സൂപ്രണ്ടിനെയും അന്വേഷണ വിധേയനെ സസ്പെൻഡ് ചെയ്യുക. നേഴ്സുമാർക്കും ആരാണോ ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത് അവർക്ക് എല്ലാവർക്കും സസ്പെൻഡ് ചെയ്യുക. കുടുംബത്തിന് നഷ്ടപരിഹാരം, കൊച്ചിന് നീതി ഉണ്ടാവണം. ഉന്മേഷ്, ആ തരത്തിലാണ് ഈ പ്രതിഷേധക്കാർ, ആ തരത്തിലാണ് ഇവിടെ ഈ പ്രതിഷേധം, ഉപരോധം. 3 വയസ്സാവുന്നതേ ഉള്ളൂ. ആ ഒരു പെൺകൊച്ചിന്റെ അമ്മയുടെ മോൻ തന്നെങ്കിൽ കാണാൻ കഴിയുമോ? ഇനി അല്ല എന്തെന്ന് പറഞ്ഞിട്ട് അമ്മയെന്ന് വിളിക്കുക? ആരെ അമ്മയെന്ന് വിളിക്കുക? ആകെ 3 വയസ്സ് പോലും ആയിട്ടില്ല, ആ പോകുന്നതേ ഉള്ളൂ. ഈ ആരോഗ്യ പ്രവർത്തകർ ആരെങ്കിലും ദിവസം ഞങ്ങളെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒരു മനുഷ്യൻ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അറിയാമോ? ഒരു മനുഷ്യര് ഞങ്ങൾ എവിടെയെല്ലാം പഞ്ചായത്ത് ഞങ്ങളെ സഹായിക്കാനുണ്ടല്ലോ. നാളെ എന്ന് പറഞ്ഞ് ശരത്തിന്റെ ഒരു കൂട്ടുകാരൻ ചേട്ടൻ പക്ഷെ ആ തരത്തിലാണ്, അതായത് ഇവിടെ ഈ പ്രതിഷേധം അത് നീളുകയാണെന്നുള്ളതാണ്. ഇവിടെ ഈ ആലമൂട് ജംഗ്ഷനിൽ ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കുത്തിയിരുന്നുള്ളൊരു പ്രതിഷേധത്തിലേക്ക് അവർ ഈ റോഡ് ഉപരോധിച്ചുള്ളൊരു പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുകയാണെന്നുള്ളതാണ്. ഏതാണ്ട് 4 മണിയോടുകൂടി ഈ സമരം ഇവിടെ തുടങ്ങിയതാണ്. ഈ ബന്ധുക്കളും ഇതിനകത്ത് ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതാണ്. അതായത് ബന്ധുക്കളും നാട്ടുകാരും വിവിധ സന്നദ്ധ സംഘടനയിലെ പ്രവർത്തകരും അടക്കം ചേർന്നാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ഇവർ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവർക്കൊരു നീതി ഉറപ്പാക്കുന്നതും വരെ അല്ലെങ്കിൽ നീതി ലഭിക്കുന്നതും വരെ ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാകും, കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തും എന്നുള്ളത് തന്നെയാണ്. ഈ ഉപരോധിച്ച് പ്രതിഷേധം ഈ ഒരു ജനകീയ സമരം എന്നുള്ള രീതിയിലേക്കാണ് ഇത് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ നാട്ടുകാരടക്കം രോഷാകുലരാണോ എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് കഴിഞ്ഞാൽ ആരോഗ്യത്തെ ആരും ഇത്തരത്തിൽ വിദഗ്ധരാരും ഇങ്ങോട്ടേക്ക് എത്തി നോക്കിയോ അല്ലെങ്കിൽ ഇവരോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത്. നെയ്യാറ്റിൻകരയിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. അവിടെ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ വിമർശനം ഉയരുന്നു. ചികിത്സാ പിഴവിനെ തുടർന്നാണ് യുവതി മരിച്ചത് എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുന്നത് നെയ്യാറ്റിൻകരയിൽ. ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായ കോടതി വിധി നടപ്പാക്കാൻ മഴുവന്നൂർ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിലും പുളിന്താനം സെന്റ് ജോൺസ് പള്ളിയിലും പോലീസ് എത്തി. മഴുവന്നൂർ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ പ്രതിഷേധവുമായി യാക്കോബായ വിശ്വാസികളും രംഗത്തുണ്ട്. വിശ്വാസികളെ പോലീസ് തടഞ്ഞു. അശ്വിൻ പാലാഴി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, ഈ പ്രതിഷേധം ഇപ്പോഴുമുണ്ടോ അതോ അവരൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടോ? പോലീസ് സ്ഥലത്തുണ്ടോ ഇപ്പോഴും? അശ്വിൻ, എന്തായാലും നാളെ ഈ ഒരു നടപടിയിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് പള്ളി പൂർണ്ണമായും പോലീസിന്റെ കസ്റ്റഡിയിലാക്കുക എന്നുള്ളൊരു തീരുമാനത്തിന് പുറത്താണ് രാത്രിയോടുകൂടി വലിയ പോലീസ് സംഘം മഴുവന്നൂർ പള്ളിക്ക് മുന്നിൽ എത്തിയത്. അതേസമയം പള്ളിക്ക് അകത്ത് വിശ്വാസികളുണ്ടായിരുന്നു. അവരുടെ ഒരു പ്രതിഷേധം ആ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പോലീസിനെ പള്ളിക്കകത്തേക്ക് കയറ്റാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന സമാനമായ പ്രതിഷേധം ഇന്നും ഉണ്ടായി. വിശ്വാസികൾ പള്ളിയുടെ നടയിൽ കുത്തിയിരുന്ന് ഏറെ പ്രതിഷേധിച്ചു. എന്തായാലും ഇന്ന് പോലീസ് നടപടി ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പിന്റെ പുറത്ത് വിശ്വാസികളിൽ പലരും ഇപ്പോൾ തിരികെ മടങ്ങിയിട്ടുണ്ട്. അതേസമയം പോലീസുമായി സംസാരിക്കുമ്പോൾ നാളെ പുലർച്ചെ ഈ കോടതി പറഞ്ഞ രീതിയിലേക്ക് പള്ളി പിടിച്ചെടുക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. മറ്റന്നാൾ 25-ാം തീയതി ഹൈക്കോടതിയിൽ വീണ്ടും പരിഗണനയ്ക്ക് കേസ് വരുന്നുണ്ട്. ആ സമയം പോലീസ് കോടതി പള്ളികൾ പിടിച്ചെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് നൽകി എന്നുള്ളൊരു റിപ്പോർട്ട് നൽകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കർശന നടപടിയിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും നാളെ പുലർച്ചെ നടപടി കർശനമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസ് പറയുന്നത്. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയെ 14-കാരനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. നിപ്പ പ്രോട്ടോകോൾ അനുസരിച്ച് മൃതദേഹം പാണ്ടിക്കാട് ഖബറടക്കി. രോഗവ്യാപന സാധ്യത കണക്കിലെടുത്ത് ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ നിയന്ത്രണം കടുപ്പിക്കും. ഇക്കഴിഞ്ഞ 10-ാം തീയതി മുതൽ രോഗലക്ഷണങ്ങൾ കാണിച്ച കുട്ടിയെ ആദ്യം പാണ്ടിക്കാട്ടെ ക്ലിനിക്കിലും പിന്നീട് 2 സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ച ശേഷമാണ് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മിംസ് ആശുപത്രിയിലെത്തിച്ചത്. ഇവിടെ വെച്ചാണ് നിപ്പ എന്ന സംശയം ആരോഗ്യ പ്രവർത്തകർക്കുണ്ടാകുന്നതും സ്രവം പരിശോധനയ്ക്ക് അയക്കുന്നതും. തുടർന്ന് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലത്തിൽ നിപ്പ സ്ഥിരീകരിച്ചതോടെ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് രാവിലെ 10:50 ഹൃദയാഘാതം സംഭവിക്കുന്നത്. തുടർന്ന് 11:30 മരണം സ്ഥിരീകരിച്ചു. വെന്റിലേറ്ററിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ ഷിഫ്റ്റ് ചെയ്തിരുന്നത്. കോൺഷ്യസ് ആയിരുന്നില്ല. ഇന്ന് രാവിലെ യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു. അതുകൂടാതെ 10:50 ആയപ്പോൾ മാസീവ് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടായത്. അപ്പോൾ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി, പക്ഷേ റിവൈവ് ചെയ്യാൻ സാധിച്ചില്ല. 330 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇവരിൽ 101 പേർ ഹൈറിസ്കിലുള്ളവരാണ്. ഇവരുടെ സ്രവം പരിശോധനയ്ക്കയക്കും. ഇന്ന് പുറത്തു വന്ന പരിശോധന ഫലം മുഴുവൻ നെഗറ്റീവാണ്. ഇത് ജില്ലയെ സംബന്ധിച്ച് ഏറെ ആശ്വാസം പകരുന്ന വാർത്തയാണ്. കേന്ദ്ര സംഘം നാളെ കേരളത്തിലെത്തും. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മൊബൈൽ ലാബും നാളെ ജില്ലയിലെത്തിക്കും. അതിനിടെ 14 വയസ്സുകാരനും സുഹൃത്തുക്കളും വീടിന് സമീപത്തെ മരത്തിൽ നിന്ന് അമ്പഴങ്ങ പറിച്ച് കഴിച്ചതായി ആരോഗ്യമന്ത്രി സ്ഥിരീകരിച്ചു. നിപ്പയുടെ ഉറവിടം ഇതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യ പ്രവർത്തകർ പരിശോധിച്ചു വരികയാണ്. 24 മലപ്പുറം. കുത്തിവെപ്പെടുത്തതിന് പിന്നാലെ യുവതി മരിച്ച സംഭവത്തിൽ മൃതദേഹവുമായി കോൺഗ്രസ് പ്രതിഷേധം. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യം. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് തമിഴ്നാട് മുൻ മന്ത്രി സെന്തിൽ ബാലാജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അറസ്റ്റിലായ സെന്തിൽ ബാലാജി പുഴൽ ജയിലിൽ കഴിയുകയാണ്. വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു.
ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന് BCCIയുടെ സഹായം 8.5 കോടി രൂപ നൽകും. പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യൻ താരങ്ങളുടെ ആവശ്യത്തിനാണ് തുക നൽകുക. തിരുവനന്തപുരം കരമനയാറ്റിൽ വയോധികനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. നെടുമങ്ങാട് പത്താങ്കല് സ്വദേശി കൃഷ്ണൻ നായരെയാണ് കാണാതായത്. കുവൈറ്റിലെ അബ്ബാസിയിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളി കുടുംബത്തിന്റെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. രാവിലെ 9 മണിക്ക് എമിറേറ്റ്സ് എയർവേസിന്റെ വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ എത്തിക്കുന്ന മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും. വാർത്താമഴയിലേക്ക് തിരികെ. മലപ്പുറം ചങ്ങരംകുളം കല്ലൂർമയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ കല്ലൂർമ സ്വദേശി ആഷിഖിന്റെ മൃതദേഹം കണ്ടെത്തി. ചിയാനൂർ സ്വദേശി സച്ചിന ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ഒരാളെ നേരത്തെ രക്ഷപ്പെടുത്തിയിരുന്നു. സമീർ ബിൻ കരീമുണ്ട് മലപ്പുറത്തുനിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്ന് വൈകുന്നേരമാണ് 3 പേരടങ്ങുന്ന സംഘം ചങ്ങരംകുളം കല്ലൂർമയിലുള്ള കായലിൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ 7 മണിയോട് കൂടി നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് കല്ലൂർമ സ്വദേശി ആഷിഖിന്റെ കണ്ടെത്തി നിലവിൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്നത്. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ആഷിഖ് മരിച്ചിരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. പിന്നാലെ ഈ ചിയാനൂർ സ്വദേശി സച്ചിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ ചിയാനൂർ സ്വദേശി പ്രസാദ് എന്ന് പറയുന്ന യുവാവിനെ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. നിലവിൽ ഈ സച്ചിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം 6 മണിക്കാണ് 3 പേരടങ്ങുന്ന സംഘം ഈ വഞ്ചിയിൽ കായലിലേക്ക് പോയത്. അതിൽ ഈ വഞ്ചി അപകടത്തിൽപ്പെട്ടാണ് 3 പേരും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. വടക്കൻ കേരളത്തിൽ നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോടും തൃശൂരും മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ സാധാരണ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വടക്കൻ കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ജൂലൈ അവസാനത്തോടെ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. തൃശൂരിൽ പുതുക്കാട്, ചെങ്ങാലൂർ, കുണ്ടുകടവ്, ആറ്റപ്പള്ളി പ്രദേശങ്ങളിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. വീടുകൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. കോഴിക്കോട് നാദാപുരത്തും ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. 5 വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. വ്യാപകമായി കൃഷിയും നശിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് പൊതുവെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതയും ആവശ്യമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ജലനിരപ്പ് അപകടകരമായി ഉയരുന്നതിനാൽ തൃശൂരിൽ ഗായത്രി നദിയിലെ കൊണ്ടാഴി സ്റ്റേഷനിൽ കേന്ദ്ര ജല കമ്മീഷൻ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി ഷോക്കേറ്റ് 5 പേർ മരിച്ചു. മലപ്പുറം പെരിന്തൽമണ്ണയിൽ വയലിൻ സ്ഥാപിച്ച കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് പാറക്കണ്ണി സ്വദേശി മുഹമ്മദ് അഷ്റഫ്, മകൻ മുഹമ്മദ് അമീൻ എന്നിവരാണ് മരിച്ചത്. പെരിന്തൽമണ്ണ ഉടമലയിൽ ചക്ക പറിക്കുന്നതിനിടെ തോട്ടി വൈദ്യുതി കമ്പിയിൽ തട്ടിയാണ് ഉടമല സ്വദേശി കുഞ്ഞു മുഹമ്മദ് മരിച്ചത്. തിരുവനന്തപുരത്ത് ഷീലോഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനിടെയാണ് നെടുമങ്ങാട് അയ്യപ്പൻകുഴി സ്വദേശി ലാൽകൃഷ്ണയ്ക്ക് ഷോക്കേറ്റത്. കഴക്കൂട്ടത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യുവാവ് മരിക്കുകയായിരുന്നു. കൊല്ലം പുനലൂർ KSB സബ്സ്റ്റേഷനിലെ കരാർ തൊഴിലാളിയാണ് മരിച്ച ചെമ്മന്തൂർ സ്വദേശി സെൽവൻ. ജോലിക്കിടെ കഴിഞ്ഞ 12-നാണ് സെൽവന് ഷോക്കേറ്റത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി മരിച്ചു. ടാങ്കുകുടി സ്വദേശി കണ്ണനാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. കൃഷിയിടത്തിലെത്തിയ കാട്ടാനക്കൂട്ടത്തെ തുരത്തുമ്പോഴാണ് സംഭവം. കണ്ണനെ തട്ടിയിട്ട ശേഷം ആന ചവിട്ടുകയായിരുന്നു. 9 പിടിയാനകൾ അടങ്ങിയ കാട്ടാനക്കൂട്ടമാണ് ആക്രമിച്ചത്. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ആനകളെ തുരത്തിയ ശേഷം കണ്ണനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും യാത്രാമധ്യേ മരിച്ചു. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. ഇടുക്കിയിൽ ഈ വർഷം ഇതുവരെ 6 പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സർവകക്ഷി യോഗത്തിൽ ബീഹാറിനും ആന്ധ്രയ്ക്കും പ്രത്യേക പദവി ആവശ്യപ്പെട്ട് JDUവും YSR കോൺഗ്രസും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ജമ്മുകശ്മീർ ഭീകരാക്രമണവും മണിപ്പൂരും നീറ്റും സർവകക്ഷി യോഗത്തിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചു. പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട BJPക്ക് ഘടകകക്ഷികളുടെ ആവശ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കാൻ കഴിയില്ല.
NDA ഘടകകക്ഷികളുടെ ആവശ്യങ്ങളും എതിർപ്പുകളും സർവകക്ഷി യോഗത്തിൽ പ്രകടമായിരുന്നു. ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്ന് JDU ആവർത്തിച്ചു. കൻവർ യാത്രയുമായി ബന്ധപ്പെട്ട വിവാദ സർക്കുലറിൽ RLDയും NCPയും എതിർപ്പറിയിച്ചു. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി നൽകണമെന്ന ആവശ്യം YSR കോൺഗ്രസും മുന്നോട്ടുവച്ചു. YSR കോൺഗ്രസിന്റെ ആവശ്യത്തിൽ TDP മൗനം പാലിക്കുകയായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ കോൺഗ്രസും നിലപാടറിയിച്ചു. ജമ്മുകശ്മീരിലെ ഭീകരാക്രമണവും നീറ്റ് പരീക്ഷാ ക്രമക്കേടുമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായുള്ള പാർട്ടികൾ പ്രധാനമായും യോഗത്തിൽ ഉന്നയിച്ചത്. Terrorist attack in Jammu and Kashmir and also the NEET scam, UPSC crisis. UPSC chairman was resigned. Kavadi Yatra circular issue also we raised in the meeting, but government did not give any assurance. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം ലഭിക്കുന്നില്ലെന്ന് CPI ആരോപിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ നിരവധി വിമർശനങ്ങൾ നിലനിൽക്കെ ഇരുസഭകളുടെയും സുഗമമായ നടത്തിപ്പിന് പ്രതിപക്ഷ പാർട്ടികൾ സഹകരിക്കണമെന്ന് ഭരണപക്ഷം അഭ്യർത്ഥിച്ചു. 24 ഡൽഹി. UPയിലെ കാവഡ് യാത്രയിൽ വിവാദ ഉത്തരവുമായി മധ്യപ്രദേശും. തീർത്ഥാടന യാത്രാ മേഖലയിൽ കടയുടമകൾ പേരും ഫോൺ നമ്പറും പ്രദർശിപ്പിക്കണമെന്ന് ഉജ്ജയിൻ മുനിസിപ്പൽ കോർപ്പറേഷൻ നിർദ്ദേശം നൽകി. ഉത്തരവ് ലംഘിച്ചാൽ പിഴ ഈടാക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഉത്തരാഖണ്ഡിനും ഉത്തർപ്രദേശിനും പിന്നാലെയാണ് മധ്യപ്രദേശിലും വിവാദ ഉത്തരവിറങ്ങിയത്. കച്ചവടക്കാർ പേരും നമ്പരും പ്രദർശിപ്പിക്കണമെന്നാണ് ആവശ്യം. ഉത്തരവ് ലംഘിച്ചാൽ കടയുടമകൾക്കെതിരെ ആദ്യഘട്ടത്തിൽ 2000 രൂപയും അടുത്ത തവണ 5000 രൂപയും പിഴ ചുമത്തുമെന്ന് ഉജ്ജയിൻ മേയർ മുകേഷ് തത്വാൾ പറഞ്ഞു. അതിനിടെ കാവഡ് തീർത്ഥാടകർക്കായി ന്യൂനപക്ഷ സമുദായങ്ങൾ നടത്തിവരുന്ന ക്യാമ്പുകൾ റദ്ദാക്കാൻ തീരുമാനിച്ചു. കച്ചവടക്കാർക്കെതിരെയുള്ള വിവാദ ഉത്തരവിനെ തുടർന്നാണ് നടപടി. വ്യത്യസ്തമായ സ്വത്വങ്ങളുണ്ടാകാമെന്നും എന്നാൽ പൊതുവിൽ എല്ലാവരും ഇന്ത്യക്കാരാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു. I think the identity of all Indians is whatever we may be privately, but publicly we are all Indians. അതേസമയം വിവാദ ഉത്തരവിൽ NDAയ്ക്കുള്ളിലും ഭിന്നത രൂക്ഷമാവുകയാണ്. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഉത്തരവ് പിൻവലിക്കണമെന്ന NDA ഘടകകക്ഷിയായ RLD ആവശ്യപ്പെട്ടു. ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സന്നദ്ധ സംഘടനയായ അസോസിയേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് സുപ്രീം കോടതിയിൽ ഹർജി നൽകി. 24 ഡൽഹി. വാർത്താമഴയിലേക്ക് തിരികെ. ബംഗ്ലാദേശിൽ സംവരണം പുനഃസ്ഥാപിച്ച ഹൈക്കോടതി നടപടി സുപ്രീംകോടതി റദ്ദാക്കി. സർക്കാർ മേഖലയിലെ 93% ജോലികളിലും മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കണം നിയമനം എന്ന് കോടതി വിധിച്ചു. പ്രക്ഷോഭത്തിൽ ജയിലിലായവരെ വിട്ടയക്കുന്നതുവരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ പറഞ്ഞു. 133 പേരാണ് സംഘർഷത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത്. 1971 സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും വിമുക്ത ഭടന്മാരുടെയും കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയുടെ 30% സംവരണം ഹൈക്കോടതി പുനഃസ്ഥാപിച്ചതിന് പിന്നാലെയായിരുന്നു ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം. ഹൈക്കോടതി വിധിക്കെതിരായ സർക്കാർ അപ്പീലിൽ സംവരണം സുപ്രീം കോടതി 5% വെട്ടിച്ചുരുക്കി. സംവരണം പുനഃസ്ഥാപിച്ചിട്ടുള്ള ഹൈക്കോടതി വിധി നിയമവിരുദ്ധമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. 2018 കോട്ട സംവിധാനം ഷെയ്ഖ് ഹസീന സർക്കാർ റദ്ദാക്കിയിരുന്നുവെങ്കിലും ഇക്കഴിഞ്ഞ ജൂണിൽ ഹൈക്കോടതി അവ പുനഃസ്ഥാപിക്കുകയായിരുന്നു. പ്രക്ഷോഭത്തിൽ ഇതുവരെ 133 പേർ കൊല്ലപ്പെടുകയും 1000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഇന്നും നാളെയും പൊതു അവധിയാണ്. ഇന്റർനെറ്റ് വിലക്കും കർഫ്യൂവും തുടരുന്നു. ഇതുവരെ 1000-ഓളം ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനായിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറഞ്ഞു. 8500 വിദ്യാർത്ഥികളടക്കം 15000-ഓളം ഇന്ത്യക്കാരാണ് ബംഗ്ലാദേശിലുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ ഒരു ഗഡു വിതരണം ബുധനാഴ്ച തുടങ്ങും. 1600 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. ഇതിനായി 900 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും. പെൻഷൻ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം. 24ന്റെ പുതിയ ബ്യൂറോ ഇടുക്കി കട്ടപ്പനയിൽ പ്രവർത്തനം തുടങ്ങി. ഗുഡ് മോർണിംഗ് വിത്ത് ആർഷികണ്ഠൻ നായർ ഷോയിൽ കൊച്ചി റീജിയണൽ ചീഫ് S ശ്രീകാന്ത് ബ്യൂറോ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴയിലെ ബ്യൂറോ നിലനിർത്തിക്കൊണ്ടാണ് കട്ടപ്പനയിൽ പുതിയ ബ്യൂറോ തുടങ്ങിയത്. 24നെ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായാണ് കട്ടപ്പനയിലെ പുതിയ ബ്യൂറോ. പ്രേക്ഷകരുടെ ഉൾപ്പെടെ നിരന്തരമായുള്ള ആവശ്യപ്രകാരമാണ് കട്ടപ്പന പാറക്കടവിൽ ബ്യൂറോ തുടങ്ങിയത്. മലയോര മേഖലയിലെ ഉൾപ്രദേശങ്ങളിൽ 24 വാർത്താ സംഘത്തിന് ഇനി അതിവേഗം എത്തിച്ചേരാൻ കഴിയും. കാമ്പും കഴമ്പുമുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. കട്ടപ്പനയിലെ ബ്യൂറോയിലെത്തി വാർത്തകൾ നേരിട്ട് അറിയിക്കാനും കഴിയും. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായരുടെ ആശംസകളോടെയാണ്
ബ്യൂറോ പ്രവർത്തനം തുടങ്ങിയത്. ഭൂമിശാസ്ത്രപരമായി ഇടുക്കി ജില്ലയുടെ കിടപ്പും വലിപ്പവും പരിഗണിച്ചാണ് ഒരു ബ്യൂറോ കൂടി ഇടുക്കിയിൽ തുടങ്ങാൻ തീരുമാനിച്ചത്. കുറച്ച് അധികം പ്രേക്ഷകർ ഈ കാര്യം ഇടുക്കിയിൽ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. കട്ടപ്പനയിലെ ബ്യൂറോയുടെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മൾ നടത്താൻ പോവുകയാണ്. നമ്മുടെ പ്രതിനിധി എസ് ശ്രീകാന്ത് അവിടെയുണ്ട്. അതുപോലെ ഈ കട്ടപ്പനയുടെ ബ്യൂറോയുടെ മേധാവി രാഹുൽ വിജയനായിരിക്കും. രാഹുൽ വിജയനും അവിടെ ഉണ്ട്. ഞാനിവിടെ നിന്ന് കൈയടിച്ചേക്കാം. ഓക്കെ, എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു. കട്ടപ്പന ബ്യൂറോ ഈസ് ഓപ്പൺഡ്. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ കൊച്ചി റീജിയണൽ ചീഫ് എസ് ശ്രീകാന്ത് കട്ടപ്പന ബ്യൂറോ ഉദ്ഘാടനം ചെയ്തു. 24 ഇടുക്കി. എറണാകുളം പിറവത്ത് പട്ടിക്കൂട്ടിൽ താമസിച്ച അതിഥി തൊഴിലാളിയെ നഗരസഭ മാറ്റിപ്പാർപ്പിച്ചു. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തിയത്. പട്ടിക്കൂട്ടിൽ ആൾതാമസമുണ്ടായിരുന്ന കാര്യം അറിഞ്ഞിരുന്നില്ല എന്നാണ് വീട്ടുടമയുടെ പ്രതികരണം. പിറവം ടൗണിനോട് ചേർന്നുള്ള വീട്ടിലെ പട്ടിക്കൂട്ടിലാണ് കഴിഞ്ഞ 3 മാസമായി ബംഗാൾ സ്വദേശി ശ്യാം സുന്ദർ താമസിച്ചത്. പ്രതിമാസം 500 രൂപ വാടക നൽകിയാണ് താമസമെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. തൊട്ടടുത്തുള്ള വീട്ടിൽ അതിഥി തൊഴിലാളികളാണ് താമസിക്കുന്നത്. ഇവർക്കൊപ്പമുള്ള ആളെന്ന് കരുതിയാണ് വാടക വാങ്ങിയിരുന്നതെന്ന് വീട്ടുടമ പറഞ്ഞു. താമസം പട്ടിക്കൂട്ടിലാണെന്ന് അറിഞ്ഞില്ലെന്നും ഉടമ പോലീസിന് മൊഴി നൽകി. അതേസമയം വീടിന് നൽകാനുള്ള വാടക അമിതമായതിനാൽ 500 രൂപയ്ക്ക് പട്ടിക്കൂട്ടിൽ താമസിച്ചോളാമെന്ന് ഉടമയെ അറിയിച്ചെന്നും തുടർന്നാണ് താമസം ആരംഭിച്ചതെന്നും ശ്യാം സുന്ദർ പറയുന്നു. കിടക്കയും ഭക്ഷണം പാകം ചെയ്യാനുള്ള സംവിധാനങ്ങളും പട്ടിക്കൂട്ടിൽ ഒരുക്കിയിരുന്നു. പിറവം നഗരസഭാ അധികൃതരെത്തി ശ്യാം സുന്ദറിനെ മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ ഇയാൾക്ക് താമസിക്കാനായിട്ടുള്ള ഇതുപോലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് മാറ്റും. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 കൊച്ചി. TP വധക്കേസ് പ്രതി കൊടിസുനിയുടെ നേതൃത്വത്തിൽ ജയിലിൽ നടത്തിയ സംഘർഷം അടിച്ചമർത്തിയ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. വിയൂർ ജയിലിലെ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറെയാണ് മാനദണ്ഡം പാലിക്കാതെ എറണാകുളത്തേക്ക് സ്ഥലം മാറ്റിയത്. മധ്യമേഖലയിൽ 90 ജയിൽ ജീവനക്കാരെയാണ് കൂട്ടമായി സ്ഥലം മാറ്റിയത്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിയുടെ നേതൃത്വത്തിൽ തടവുകാരെ സംഘടിപ്പിച്ച് ജയിലിൽ നടത്തിയ അക്രമത്തിന് തടയിട്ട ഉദ്യോഗസ്ഥനെയാണ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് സ്ഥലം മാറ്റിയത്. 3 വർഷം ഒരു ജയിലിൽ ജോലി ചെയ്തയാളെ സ്ഥലം മാറ്റുന്നതാണ് മാനദണ്ഡം. 1.5 വർഷം മാത്രം വിയൂർ ജയിലിൽ ജോലി ചെയ്ത തൃശൂർ സ്വദേശിയായ ഉദ്യോഗസ്ഥനെയാണ് എറണാകുളത്തേക്ക് സ്ഥലം മാറ്റിയത്. തൃശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകൾ ഉൾപ്പെടുന്ന മധ്യമേഖലയിൽ 90 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. ജയിൽ വകുപ്പിൽ നിന്ന് ജോലി ഉപേക്ഷിച്ചുപോയ വ്യക്തിയെയും സ്ഥലം മാറ്റുന്ന വിചിത്ര നടപടിയാണ് സെൻട്രൽ സോൺ DIG P അജയ്കുമാറിൻ്റേത്. യൂത്ത് കോൺഗ്രസുകാർ കൊല്ലപ്പെട്ട പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളെ സഹായിച്ച ഉദ്യോഗസ്ഥനെ മാനദണ്ഡങ്ങൾ ലംഘിച്ച സ്വന്തം ജില്ലയിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. സ്ഥലം മാറ്റ ഉത്തരവിൽ സേനയ്ക്കുള്ളിൽ കടുത്ത അമർഷമാണ് നിലനിൽക്കുന്നത്. 24 തൃശൂർ. വാർത്താമഴ പൂർത്തിയാകുന്നു. ഇനി വേൾഡ് റൗണ്ടപ്പ് കാണാം.